കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കാശ് കൊടുത്താൽ ഇവരെ വാങ്ങാം, അഴിമതി നടത്തും, സ്വജനപക്ഷപാതം നടത്തും, ഇന്റേണൽ ഫൈറ്റ് നടത്തും, വേലി ചാടും, പെണ്ണു പിടിക്കും, എന്തും ചെയ്യുന്ന ഒരു സാധാരണ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടി ഗ്രാമങ്ങളടങ്ങിയ ഈ മണ്ഡലങ്ങൾ CPM നൽകിയ സന്ദേശം എന്താണ്? പിണറായി വിജയൻ നഷ്ടപ്പെട്ടു പോയത് അവിടെയാണ്. മര്യാദയ്ക്ക് എനിക്ക് വോട്ട് ചെയ്യടാ, ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് നിനക്ക്? ഫാത്തിമ തായി ജയിച്ചു, ജയന്തി ഹിന്ദു, തോറ്റുപോയി ജയന്തി ഹിന്ദു ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൊണ്ട് തമിഴ്നാട് അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ നടന് ഓവർവെൽമിങ് സീറ്റ് കൊടുത്തു. ആ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം മൊത്തം വിജയ് കൊയ്തുകൊണ്ട് പോയി. ആ പ്രതിഷേധം ഉണ്ടാക്കിയതാണ് നമ്മളെ. I myself as an RSS man, I am telling you openly that pro-Congress തരംഗമല്ല ഉണ്ടായിരിക്കുന്നത്. Anti-CPM, what Rajiv Chandrasekharan did was the real politics. കോൺഗ്രസ്സുകാരാണ് നാട്ടിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. ഇപ്പോൾ അവർ ജനാധിപത്യം എന്ന് പറയും, നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. VD സതീശൻ 6 മാസത്തിനകം കേരളത്തിലെ ജനങ്ങൾ താലയിൽ കൈവച്ച് പറയും, എൻ്റെ ദൈവമേ ഇവരെയാണല്ലോ അധികാരത്തിൽ കയറ്റിയത്. ഇപ്പം ഇതെന്താ, ഒരു കോൺഗ്രസ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളൂ. അഴിമതി. Pinarayi Vijayan will be the last communist chief minister in Kerala. Communism is dead. Let us not discuss about communism. നമസ്തേ. പൊളിച്ചെഴുത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതുപോലെ നമുക്കൊപ്പം ശ്രീ TG മോഹൻദാസ്. സ്വാഗതം TG സർ. ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മുഖ്യമന്ത്രിക്കായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസും UDF-ഉം. പക്ഷെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ആയി തോന്നിയത് ഒന്ന്, BJP-യുടെ ഒരു എമർജൻസ്. അക്കൗണ്ട് പൂട്ടിയ അക്കൗണ്ട് ഇരട്ടത്തായിട്ട് പൂട്ടിയെന്നാണ് നേമത്തെ സ്ഥാനാർത്ഥി മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ആ പൂട്ട് തുറന്നു എന്നല്ല, 1 അല്ല 3 അക്കൗണ്ട് തുറന്നു. അതേക്കുറിച്ച് ആദ്യം. അത് ഒരു സാറ്റിസ്ഫാക്ടറി ഡെവലപ്മെൻ്റ് അല്ല എൻ്റെ നോട്ടത്തിൽ. അത് രാജീവ് ചന്ദ്രശേഖർ അത് തുറന്നു പറയുകയും ചെയ്തു. അൺലൈക്ക് ഈ റൺ ഓഫ് ദ മിൽ പൊളിറ്റീഷ്യൻസ്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച സീറ്റ് എനിക്ക് കിട്ടിയില്ല, വോട്ടിംഗ് പെർസെൻറ്റേജും കിട്ടിയില്ല. ദാറ്റ് വാസ് എ കാൻഡിഡ് അഡ്മിഷൻ. സാധാരണ ഇതിൽ രാഷ്ട്രീയക്കാർ അത് ചെയ്യാറില്ല. ന്യായീകരിക്കാൻ ശ്രമിക്കും കിട്ടിയതിന്. ഊരുണ്ട് അല്ല, ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പം 3 സീറ്റ് കിട്ടിയില്ല. അങ്ങനെയല്ല, ഒരു 10 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നെ പോലെയുള്ളവർ ഒരു 12, പിന്നെ ഏതോ ഒരു എക്സിറ്റ് പോളിൽ 14 വരെ കാണിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് 3 സീറ്റ് കിട്ടിയത് ശരി. വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ലഡു വിതരണം, പടക്കം പൊട്ടിക്കലൊക്കെ നടത്താതെ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ദ പെർസെൻറ്റേജ് ഡ്രാസ്റ്റിക്കലി വെൻ്റ് ഡൗൺ. 14.5 ഉള്ളൂ NDAക്ക്. അതിൽ BJP-യുടെ ഷെയർ എത്ര എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ബട്ട് ആസ് എ ബ്ലോക്ക് അവർക്ക് 14.5 ഉള്ളൂ. അത് തീരെ കുറഞ്ഞു പോയി. ബിക്കോസ് ഒരു ആൻറ്റി ഇൻകംബൻസി ഒരു സ്ട്രോങ് വേവ് അടിക്കുമ്പോൾ അതിൽ കുറച്ച് BJP-യുടെ വോട്ടുകൾ പോയെന്ന് വരും. പക്ഷേ ഇത്രയധികം കുറയുക എന്ന് പറയുന്നത് അൺയൂഷ്വലാണ്. 14 കിട്ടിയാൽ പോരാ BJPക്ക് 2016 തന്നെ ഏകദേശം 16% വോട്ട് കിട്ടിയതാണ്. അപ്പോൾ അന്ന് ഐ തിങ്ക് 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മറ്റോ ആണ് ദേ ടച്ച്ഡ് 16.5 ഓർ മേ ബി, എനിക്ക് ഇയർ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവിടെ വരെ ടച്ച് ചെയ്ത ആൾക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ വെൻ ദർ വാസ് വെരി സ്ട്രോങ് ആൻറ്റി ഇൻകംബൻസി ആൻഡ് ദെൻ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം, കേന്ദ്രത്തിലെ ഭരണം, ഇവിടുത്തെ സിറ്റുവേഷൻ, കോൺഗ്രസിൻ്റെ ഒരു നാഥനില്ലാത്ത സിറ്റുവേഷൻ, ഇതൊക്കെ BJPക്ക് ബെനിഫിഷ്യലായിട്ട് വരേണ്ടതാണ്, NDAക്ക് ബെനിഫിഷ്യലായിട്ട് വരേണ്ടതാണ്. ബട്ട് സർപ്രൈസിംഗ്ലി അവർക്ക് കുറഞ്ഞു വോട്ട്. അത് 2020 സാബു ജേക്കബ് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ കുന്നത്ത് നാട്ടിൽ 5000 വോട്ട് കുറഞ്ഞു. വാസ്തവത്തിൽ 1+1 2 ആയില്ല. 1+1 ഒരിക്കലും 2 ആവില്ല. 1.5 ആകണ്ടേ? അതുമായില്ല. അതിന് പകരം അത് 0.75 ആയി. നമ്മൾ 2 പേരും കൂടെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ 10 മണ്ഡലങ്ങൾ വിജയസാധ്യത, 10 മണ്ഡലങ്ങൾ അത് ഞാൻ കയ്യിൽ വയ്ക്കും. തോൽക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെയുള്ള സീറ്റുകൾ അത് പ്രദീപ് എടുത്തോളൂ. വാട്ട് സോർട്ട് ഓഫ് അറേഞ്ച്മെൻറ്റ്, ഹൂ വിൽ എഗ്രി ഫോർ ദാറ്റ്? മാത്രമല്ല, ഇറ്റ് ഈസ് അൺഫെയർ. ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് എഗ്രി ചെയ്തെന്ന് വരും.
ബട്ട് നിങ്ങളുടെ അലൈസിനെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എഗ്രി ചെയ്യിക്കുന്നത്, അവർ സന്തോഷമായിട്ട് എഗ്രി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ വാട്ട് രാജീവ് ചന്ദ്രശേഖരൻ ഡിഡ് വാസ് ദ റിയൽ പൊളിറ്റിക്സ്. എസ്പെഷ്യലി ഞാൻ സോഷ്യൽ മീഡിയയിലും പൊതുവെ ജനങ്ങളുടെ ഇടയ്ക്കുമല്ലോ തൃപ്പൂണിത്തുറ സീറ്റ് എന്തിന് 2020 കൊടുത്തു. BJP മുനിസിപ്പാലിറ്റി ജയിച്ച സീറ്റ് ഞാൻ സമ്മതിക്കുന്നു. BJP മത്സരിച്ചിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കും. അതാണല്ലോ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പോൾ A ക്ലാസ് മണ്ഡലം എല്ലാം BJP കയ്യിൽ വയ്ക്കും. ബിയും സിയും BDJSന് 2020 കൊടുക്കുമെന്നോ? ഹൂ വിൽ എഗ്രി ഫോർ ദാറ്റ്? ഈസ് ഇറ്റ് ഫെയർ? അതൊരു മര്യാദയാണോ? അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ഈ അലയൻസിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത്. കുറേ കൂടെ വിശാലമായി. ഇതുവരെ BJPയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. BJP അലയൻസ് വരുന്നത് ശരി, എത്ര സീറ്റാണ് വേണ്ടത് അവർക്ക്? 14 15 കൊടുത്തേക്ക്. ഇങ്ങനെ ഒരു അതുകൊണ്ട് യു വിൽ നോട്ട് ഫൈൻഡ് എ സിംഗിൾ ഫോട്ടോഗ്രാഫ് തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ മുൻ പ്രസിഡൻറ്റുമാരുമായിട്ടോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഇവരുമൊക്കെ ആയിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? വൈ ഈസ് ഇറ്റ് സോ? അൺഹാപ്പി പാർട്ട്നേഴ്സ്. Unhappy partners. Because BJP want to keep everything good with them and everything bad to the allies, which will not work and which didn't work, obviously. ഇത്തവണയും ഇൻ സ്പൈറ്റ് ഓഫ് ബെസ്റ്റ് എഫർട്ട് ബൈ രാജീവ് ചന്ദ്രശേഖർ അത് ഫുള്ളി അങ്ങ് ജെല്ലായില്ല. മോരും മുതിരയും പോലെ കിടക്കുന്നു BJPയും സഖ്യകക്ഷികളും. ആൻഡ് യു പെയ്ഡ് എ പ്രൈസ് ഫോർ ദാറ്റ്. യുവർ വോട്ട് കെയിം ഡൗൺ. ഇവിടെ ഒരു തരംഗം അടിച്ചു, അത് വ്യക്തമാണ്. ഇപ്പോൾ റിസൾട്ട് വരുന്നത് വരെയും അത് സമ്മതിച്ചില്ല. അത് പ്രോ UDF തരംഗമാണോ ഭരണവിരുദ്ധ തരംഗമാണോ എന്നുള്ളതിൽ മാത്രമാണ് തർക്കം. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം സംഭവിച്ച അതേ പാറ്റേൺ ആണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഭരണത്തെ തൂത്തെറിയുക എന്നുള്ളതായിരുന്നു. അന്നും പിണറായി വിജയനെ CPMനെ ശിക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചു. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്തു? ഉറപ്പായിട്ടും CPMനെ ഇടതുമുന്നണിയെ തോൽപ്പിക്കുമെന്നുള്ളവർക്ക് വോട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് നഷ്ടം BJPക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് സാധ്യതയുണ്ടായിരുന്ന സീറ്റുകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത്, കഴക്കൂട്ടത്തും, നേമത്തും, ചാത്തന്നൂരിലുമെല്ലാം വിജയം ഉണ്ടായി. പക്ഷേ ഓഫ് കോഴ്സ് പാലക്കാടും മഞ്ചേശ്വരവും മറ്റൊരു കഥ പറയുന്നു. അങ്ങനെ ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? ചില സീറ്റുകളിൽ അത് അഫക്റ്റ് ചെയ്ത് കാണും. ബട്ട് 2019 ഈ പറഞ്ഞ ഇക്വേഷൻ കറക്റ്റാണ്. പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് BJP ഏതായാലും അധികാരത്തിന് ഇത് വരില്ല, അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ്സിന് ചെയ്യാം, അവിടെ രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പോൾ അത് ചെയ്തതാണ്. ദാറ്റ് ഹാപ്പൻ. ബട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. NDAക്ക് വോട്ട് ചെയ്യാമായിരുന്നു. ലുക്ക് അറ്റ് തമിഴ്നാട്. അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ നടന് ഓവർവെൽമിങ് സീറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫിനോമിന. ബട്ട് സ്റ്റിൽ ആ ഡേഞ്ചറസ് ആയ ആ റിസ്ക് എടുക്കാൻ തമിഴ് ജനത തയ്യാറായിരുന്നു. ഇവിടെ ഒരു പ്രൂവൺ കോൺഫിഗറേഷനാണ് NDA എന്ന് പറഞ്ഞാൽ. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു പ്രൂവൺ കോൺഫിഗറേഷനാണ്. അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന ആൾക്കാരാണ്, എല്ലാം ഓക്കെയാണ്. ബട്ട് പീപ്പിൾ ഡിഡ്ന്റ് ഡിപ്പെൻഡ് ഓൺ യു. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റായിട്ട് അവരുടെ മനസ്സിൽ എത്തിയില്ല. ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടൊരു NDA തരംഗം ഉണ്ടായില്ല? വാസ്തവത്തിൽ പ്രോ കോൺഗ്രസ് തരംഗമല്ല ഉണ്ടായിരിക്കുന്നത്. ആൻറ്റി CPMൻ്റെ ആൾക്കാരടക്കം ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. CPMലെ പ്രതിഷേധ വോട്ടുണ്ടല്ലോ, അത് കോൺഗ്രസ്സിലേക്കാണ് പോയത്. BJPക്ക് കിട്ടിയില്ല, കിട്ടുമായിരുന്നുമില്ല. അവരെന്ത് വന്നു കഴിഞ്ഞാൽ അവർ അരിവാൾ വിട്ട് വേറൊരു വോട്ട് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അത് പിന്നെ BJPക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രാണം പോകുന്ന ഏർപ്പാടാണ് അവർക്ക്. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അവർ ചെയ്തതിൻ്റെ ഗുണം കുറേ അധികം കോൺഗ്രസ്സിന് കിട്ടി, അത്രയും ഞാൻ സമ്മതിക്കുന്നു. ബാക്കി ഇതിൽ ഞാൻ കാണുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് പ്രസൻറ്റ് ചെയ്യാൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. വേറെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ BJP വർഗീയ പാർട്ടി എന്നൊക്കെയുള്ള ആ പരിപാടിയൊക്കെ കേരളത്തിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കാർഡൊന്നും ആർക്കും വിൽക്കാൻ പറ്റില്ല. BJP ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായിട്ട് സ്വയം പ്രസൻറ്റ് ചെയ്യുന്നതിൽ
പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നയപരമായോ തന്ത്രപരമായോ അതോ ആശയവിനിമയത്തിലോ? ആശയവിനിമയത്തിലും സിൻസിയറിറ്റിയിലും ആൾക്കാരെ കൂടെ, പ്രത്യേകിച്ചും അലയൻസിനെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഈ ബി ജെ പിക്ക് ഒരു ദ ഹോൾ ബി ജെ പിയുടെ വർക്കിംഗ് സ്റ്റൈൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. ന്യൂ ബി ജെ പി, അങ്ങനെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ന്യൂ ബി ജെ പി. ന്യൂ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഓൾഡ് ബി ജെ പി തന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ആ തന്ത്രങ്ങൾ പയറ്റുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ഇവിടെ അത് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ നിന്ന് പോകുന്ന ഫീഡ്ബാക്ക് എപ്പോഴും ഈ ന്യൂ ബി ജെ പിക്ക് എതിരാണ്. വി സ്റ്റാൻഡ് വിത്ത് ഓൾഡ് ബി ജെ പി. അതുകൊണ്ടാണ് ഞാൻ 1954 മുതൽ കഷ്ടപ്പെടുന്നു. എന്തിനു കഷ്ടപ്പെടുന്നു? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയത്? രാഷ്ട്രീയത്തിൽ അമിത്ഷാ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നത്, രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവർത്തകരും പൈസയുമാണ്, അതിന് റിട്ടേൺസ് വേണം. പ്രവർത്തകരെ വെറുതെ വെയിലത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ അവരെ കഷ്ടപ്പെടുത്തരുത്. എന്ത് കാര്യം? അങ്ങനെ അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണം. അത് വെറുതെ മനുഷ്യൻ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റലി നിങ്ങൾ പൊളിറ്റിക്സിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും. അങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്നതിന് വിരോധമില്ല. ഇതങ്ങനെയല്ല. യു ആർ അണേബിൾ ടു മേക്ക് ഒരു ജമ്പ്, ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് യു സി, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബി ജെ പി RSSകാരനാണ്. ബി ജെ പി സ്ഥാനാർത്ഥിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. ഫ്രം എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, ഞാൻ കാണുന്ന തിരഞ്ഞെടുപ്പ് 65 ആണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 71 ഓൾസോ. ആ സമയത്താണ്, നോട്ട് ഈവൻ 71. അതിനുശേഷം ഇന്ന് വരെ ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പൊങ്ങച്ചം പറയും, ഞാൻ 1980 മുതൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു, ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. തിരിച്ച് അമിത്ഷാ ചോദിക്കുന്നത്, എന്തിനാണ് മനുഷ്യ കഷ്ടപ്പെടുന്നത് നിങ്ങൾ? എന്തിനാണ്? എന്ത് പ്രയോജനമുണ്ടായി? എന്ത് ഫലമുണ്ടായി? അപ്പോൾ ഒരു സ്മാർട്ട് വർക്ക് ഇതിൽ കൊണ്ടുവരിക. ഹാർഡ് വർക്ക്, വെയിൽ കൊള്ളൽ, ഇതൊക്കെ ശരി, ഇനിഷ്യലി അങ്ങനെ ചെയ്ത ആൾക്കാർ, അവരോട് നമുക്ക് നന്ദിയൊക്കെയുണ്ട്. ബട്ട് ആ സ്ട്രാറ്റജി ഇപ്പോഴും കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് ഗുണം പിടിക്കില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ തമിഴ്നാട്ടിൽ കണ്ടത്. ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, അമിത്ഷാ മോദി ടീം തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തെ അനാമലയെ മാറ്റിയിട്ട്, ആൻഡ് യു സി ആ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം മൊത്തം വിജയ് കൊയ്തുകൊണ്ട് പോയി. ആ പ്രതിഷേധം ഉണ്ടാക്കിയത് അണ്ണാമലയായിരുന്നു. ആളുകൾ തമിഴ്നാട്ടിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കിയത് അണ്ണാമലയാണ്. ഫ്രം 2023 ഹി സ്ട്രഗിൾഡ് എ ലോട്ട്. പദയാത്ര നടത്തി, കംപ്ലീറ്റ് തമിഴ്നാട് ഇളക്കിമറിച്ചു. ഇതെല്ലാം ചെയ്ത് ആൻറ്റി ഇൻകംബൻസി കൊണ്ടുവന്നു. സിമ്പിൾ റീസൺ, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടിയില്ല. ബട്ട് 3% നിന്ന് 11%, 8% വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത് അത്യപൂർവമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. 8% സ്വിങ് കൊണ്ടുവരിക എന്നുള്ളത്. വോട്ട് കിട്ടിയില്ല ബിക്കോസ് യു ഡിഡ്ന്റ് റീച്ച് ദ ത്രെഷോൾഡ് ലെവൽ. അപ്പം അതിൻ്റെ പേരിൽ ആ സഖ്യം ഉടച്ച് വാർത്ത് ADMK-യുമായിട്ട് കൂട്ടുകൂടി ബി ജെ പി ഒരു സീറ്റിൽ ഒതുങ്ങി. ഓഫ് കോഴ്സ് ഈ ന്യൂ ബി ജെ പി കൊണ്ടുവന്ന ആൾക്കാർക്ക് തന്നെ പറ്റിയ ഒരു കയ്യബദ്ധമാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ കേരളത്തിലും ഇതുപോലെ ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമാണ്. പഴയ ആൾക്കാർ, പഴയ ചിന്താഗതി, ഇതൊക്കെ മാറണം. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ കുറേ കാലം കഴിയുമ്പോഴുണ്ടല്ലോ ഈ ഒരു തരം ഡോഗ്മാസ് ഡെവലപ്പ് ചെയ്യും മനസ്സിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 75 വയസ്സിൻ്റെ പ്രായപരിധി അത് ഇത് എന്നൊക്കെ പറയും? ബിക്കോസ് പീപ്പിൾ ബിക്കം ഡോഗ്മാറ്റിക്. കാരണന്മാരൊക്കെ, ഞാനടക്കമുള്ളവരൊക്കെ ചെയ്യുന്നത്, ഞങ്ങളിതൊക്കെ എത്ര കണ്ടിട്ട്, അതൊന്നും വേണ്ട, അതൊന്നും യങ് ആൾക്കാർ, അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണം, പുതിയ ട്രെൻഡ് കൊണ്ടുവരണം, അത് ഇതൊക്കെ. അപ്പം ഞാനവരെ ഉപദേശിക്കും, ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ നിൻ്റെ നാശത്തിന്, എന്നിത് വന്നോ, ഇതും കുത്തിക്കൊണ്ട് നീ ഇരിക്കും രാവിലെ. ഇതോടെ ഈ ചെറുപ്പക്കാർ ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ കാർന്നൂർ എണീറ്റ് മാറുകയുമില്ല, കാർന്നൂർ സ്വയം ചെയ്യുകയില്ല, ഞങ്ങളെ ചെയ്യാൻ സമ്മതിക്കില്ല, ദേ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടും
ഇതുകൊണ്ടാണ് നമ്മളൊരു ഏജ് ലിമിറ്റും കാര്യമൊക്കെ വയ്ക്കുന്നത്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ യങ് ജനറേഷൻ. വേണ്ടേ? കഴിഞ്ഞ 35 വർഷമായിട്ട് BJPയുടെ തലപ്പത്ത് വന്ന മാറ്റങ്ങൾ ആലോചിച്ചു കേരളത്തിൽ. ഐ തിങ്ക് ഓൺലി 1 or 2, രാജീവ് ചന്ദ്രശേഖർ ആൻഡ് കുമ്മനം രാജശേഖർ. അതർവൈസ് ദ ടീം ഈസ് സെയിം, സ്റ്റേറ്റ് ടീം ഈസ് സെയിം. എനിക്ക് യാതൊരു എൻ്റെ ഓൾമോസ്റ്റ് എവരിബഡി ഈസ് മൈ ഫ്രണ്ട്, ബട്ട് സ്റ്റിൽ ഐ സേ ദാറ്റ് നിങ്ങൾ മാറണം. നിങ്ങൾ മാറിയിട്ട് കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പുതിയ ആളാരും വരുന്നില്ല എന്ന്, ചെറുപ്പക്കാരും വരുന്നില്ല. വരാത്തത് അവർക്കൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. യു ഓപ്പൺ ദ ഡോർസ്, നിങ്ങളൊന്ന് മാറിക്കൊടുക്കുക. അപ്പോൾ ആൾക്കാർ, പൊളിറ്റിക്സ് വാക്വം ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് പൊളിറ്റിക്സ്. സമ്മൺ വിൽ ഫിൽ ദാറ്റ് സീറ്റ്. കഴിവുള്ളവർ അവർ കയറി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ വേവ് ലെങ്ത്തുള്ള ആൾക്കാർ ഞാൻ കാണുന്നത് പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ, നമ്മളുടെ DGP ശ്രീലേഖ, ഈ 2 പേരും യങ്സ്റ്റേഴ്സ് അല്ല, ബട്ട് യങ്സ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഓൾഡ് ജനറേഷൻ BJP ഉണ്ടല്ലോ, ദോസ് ഹു ഹാവ് കം ഫ്രം RSS. ഐ മൈസെൽഫ് ആസ് എൻ RSS മാൻ, ഐ എം ടെലിങ് യു ഓപ്പൺലി ദാറ്റ് BJPയിൽ കൂടുതലും ഈ RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അവർ ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിയുമ്പോൾ അവരുടേതായ പിടിവാശികൾ തുടങ്ങും. ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, പുതിയ തന്ത്രങ്ങൾ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഇതെല്ലാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ സംഭവിച്ചത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഡസൻ മീൻ ദാറ്റ് യു ഗോ ടു ദ ബിഷപ്സ്. ബിഷപ്സ് ആർ നോട്ട് കൺട്രോളിങ് വോട്ട്സ്. അത് നല്ലവരും ചീത്തയും BJPക്ക് അനുകൂലമുള്ളതും എതിരുള്ളതൊക്കെ ആയ ബിഷപ്പുമാരുണ്ട്. ബട്ട് അവർക്ക് അവരുടെ സമുദായത്തിലെ വോട്ടിൻ്റെ പുറത്ത് അത്ര വലിയ കൺട്രോളൊന്നുമില്ല. കുറച്ചൊരു മേ ബി 1% ചിലപ്പോൾ അതുപോലും ചെയ്തില്ല എന്ന് വരും. അപ്പോൾ കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി ഒരു പാലം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഓക്കെ. നോട്ട് ദിസ് ബിഗ് ഫിഗേഴ്സ് ഹു അപ്പിയർ ഇൻ കിരീടമൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച ആൾക്കാർ. അവർ ആധ്യാത്മിക നേതാക്കളായിരിക്കാം, ബട്ട് ഈ കാര്യത്തിൽ, വോട്ടിൻ്റെ കാര്യത്തിൽ അവരെ ക്രൈസ്തവ സമൂഹം അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്യുവർലി റിലീജിയസ് ഇഷ്യൂ വന്നു, അതിലൊരു നിലപാട് ബിഷപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ബിഷപ്പിൻ്റെ കൂടെ നിൽക്കും. അതർവൈസ് നിങ്ങൾ ബിഷപ്പിനൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോവില്ല. അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് വേണം, കമ്മ്യൂണിറ്റിയുമായിട്ട് വേണമായിരുന്നു നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ന്യൂ ജനറേഷൻ ചെയ്യും. ന്യൂ ജനറേഷൻ ചിന്താഗതിയുള്ള ഷോൺ ജോർജോ അല്ലെങ്കിൽ ഇവരോ ചെയ്യും, അനൂപ് ആൻ്റണി. ബട്ട് അതല്ലാതെയുള്ള ബിഷപ്പുമായിട്ടുള്ള കണക്ഷൻസ് ഇത് ചെയ്യുന്നതൊക്കെ പഴയ ജനറേഷൻ ആൾക്കാരാണ്. ബിഷപ്പിനെ പോയി കണ്ട ആൾക്കാർ നോക്കുക, അത് മിക്കവാറും ഓൾഡ് ജനറേഷൻ ആൾക്കാരായിരിക്കും. ബിക്കോസ് ദേ സ്റ്റിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ദ ബിഷപ്പ്. ബിഷപ്പ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ബിഷപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റ് വേണം. അല്ലാതെ ബിഷപ്പ് ഇടയലേഖനം എഴുതി വോട്ട് മറിക്കുന്ന ഏർപ്പാട് ഇപ്പോൾ ഇല്ല. നോട്ട് ഈവൻ ഇൻ ഇസ്ലാം. അതിൽ ഇസ്ലാം കുറേ കൂടെ കൺസോളിഡേറ്റഡ് ആയ ഒരു മോണോലിത്തും കൂടെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റിൽ ദെയർ ആർ സ്കിസംസ്. ഫത്വ ഈസ് നോ മോർ വർക്കിംഗ്. ദേ ആർ ഓപ്പൺ. ഈ തെരഞ്ഞെടുപ്പിലാണ് ലുക്ക് അറ്റ് മുസ്ലിം ലീഗ് സ്ത്രീ വിരുദ്ധമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരുന്നു. ദേ കെയർഫുള്ളി വർക്ക്ഡ് ഔട്ട്. ഈ ഒരു ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നതിൽ സത്യമുണ്ടോ? നമ്മൾ വർഗീയവാദികളാണോ, നമ്മൾ സ്ത്രീ വിരുദ്ധരാണോ എന്ന് ഒരു ഇൻറ്റേർണൽ പരിശോധന അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയെ നിർത്തി അവർ ജയിപ്പിച്ചത്. ഇറ്റ്സ് എ സ്റ്റാർട്ട്. മറ്റൊരാൾ ജയത്തിൻ്റെ അടുത്തെത്തുകയും ചെയ്തു അല്ലേ, ജയന്തി കൂത്തുപറമ്പ്. അതെ. അപ്പോൾ അതിൽ നമുക്ക് ഇത് പറയാം, എന്തുകൊണ്ട് ഫാത്തിമ തൈലിയെ ജയിച്ചു, ജയന്തി എന്തുകൊണ്ട് തോറ്റുപോയി, ജയന്തി ഹിന്ദു ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് എന്തുമായിക്കോട്ടെ. അത്രയും മുസ്ലിം ലീഗ് ചെയ്യാൻ കാര്യം എന്താ? ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഇൻറ്റേർണലി. പുറത്ത് അവർ സമ്മതിക്കില്ല ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ഞങ്ങൾ തിരുത്താൻ പോകുന്നു. അതാരും പറയില്ല. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. എനിക്കൊരു തെറ്റ് പറ്റി, ഇതാ ഞാൻ തിരുത്താൻ പോകുന്നു, എല്ലാവരും വാ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നൊന്നുമില്ല. ബട്ട് ദ സിഗ്നൽ ഈസ് ദാറ്റ് ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവർ
ചിലപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അവർക്ക് ഉപമുഖ്യമന്ത്രി വേണമെന്ന് അവർ പറഞ്ഞു എന്ന് വരും. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളിത് ചോദിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചു. കാരണം അവർക്ക് മനസ്സിലായി ഇതൊരു ആരോപണമായിട്ട് ഞങ്ങൾക്കെതിരെ വരും, ഞങ്ങൾ വീക്ക് വിക്കറ്റാണ്, ഞങ്ങൾ ഡിഫെൻസീവിലാകും, അത് പ്രശ്നമാണ്. മസിൽ ഫ്ലെക്സിങ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുതെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ മസിൽ ഫ്ലെക്സിങ് കാണിച്ചില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി. കാരണം വിനയത്തിനൊരു മാർക്ക് കൊടുക്കുമല്ലോ സാധാരണ മനുഷ്യന്. പിണറായി വിജയൻ നഷ്ടപ്പെട്ടു പോയത് അവിടെയാണ്. മര്യാദയ്ക്ക് എനിക്ക് വോട്ട് ചെയ്യടാ, ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് നിനക്ക്. ഇത് ബാക്ക് ഫയർഡിലേക്ക് എനിത്തിങ്. ശ്രീ TJS ജോർജ്, പ്രമുഖ കോളമിസ്റ്റ്, എഴുത്തുകാരൻ, ജേർണലിസ്റ്റ്, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെ ഒരു കോളത്തിൽ എഴുതി പിണറായി വിജയൻ വിൽ ബി ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇൻ കേരള. അത് യാഥാർത്ഥ്യമാവുകയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അവരിപ്പോൾ എത്രയാണ് അവർ 26 സീറ്റ് സംതിങ് ഇൻ കേരള. 140 26 സീറ്റ്. പിണറായി വിജയൻ വളരെ വയസ്സായി, അസുഖങ്ങളും ഒക്കെ ഉണ്ട്. എത്ര കാലം ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹം ഈ അങ്ങനെ മരിച്ചു പോട്ടെ എന്നല്ല പറയുന്നത്. യെസ്. അപ്പോൾ അതിന് ശേഷം സപ്പോസ് ദേ മേക്ക് എ റാഡിക്കൽ ചേഞ്ച്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, കമ്മ്യൂണിസം ഈസ് ഡെഡ്. Let us give it a decent burial. It is long back it is dead. Now there is a party called Communist Party which is troubling you. ഇതെന്നോട് RSSൻ്റെ അദ്ദേഹം മരിച്ചുപോയി നല്ലൊരു പ്രചാരകനായിരുന്നു കർണാടകത്തിലെ N. കൃഷ്ണപ്പാജിയാണ് എന്നോട്, ഞാനപ്പോൾ ഇങ്ങനെ കേരളത്തിലെ പ്രശ്നം അത് ഇത്, അയ്യോ എന്നെ തല്ലി, കൃഷ്ണപ്പാജി കുത്തി, അങ്ങനെ ചെയ്തു, ഇവിടെ കൊലപാതകം അവിടെ കൊലപാതകം. അപ്പോൾ കൃഷ്ണപ്പാജിയാണ് എന്നോട് പറഞ്ഞത്, communism is dead, let us not discuss about communism. Let us give it a decent burial. Now your problem is a party named Communist Party. Okay, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാനതാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുള്ള ഒരു പാർട്ടി അത് കേരളത്തിൽ ഇല്ലാതെയാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കമ്മ്യൂണിസം പണ്ടേ മരിച്ചു. പിണറായി വിജയന് വളരെ നേരത്തെ മരിച്ചതാണ് കമ്മ്യൂണിസം. EMSൻ്റെ കാലത്ത് തന്നെ മരിച്ചിരുന്നു കമ്മ്യൂണിസം. അത് AK ഗോപാലൻ്റെ ആത്മകഥ എടുത്താൽ മനസ്സിലായി. AK ഗോപാലൻ അതിൽ എഴുതുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 അധികാരത്തിൽ വന്നല്ലോ. അപ്പോൾ അധികാരത്തിൽ വന്ന് ഇവരുടെ പെരുമാറ്റം സംഗതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതലാളിമാർ തമ്മിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസം, പേടിച്ചു പോയല്ലോ. ഇത് AK ഗോപാലൻ റെക്കോർഡിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കാശ് കൊടുത്താൽ ഇവരെ വാങ്ങാം, അഴിമതി നടത്തും, സ്വജനപക്ഷപാതം നടത്തും, ഇൻറ്റേർണൽ ഫൈറ്റ് നടത്തും, വേലി ചാടും, പെണ്ണ് പിടിക്കും, എന്തും ചെയ്യുന്ന ഒരു സാധാരണ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അന്ന് തന്നെ AK ഗോപാലൻ പാർലമെൻ്ററി വ്യാമോഹം എന്ന് തെറ്റായിട്ട് പറഞ്ഞു. വാസ്തവത്തിൽ പാർലമെൻ്ററി മോഹം എന്ന് വേണം പറയാൻ. വ്യാമോഹം എന്ന് പറഞ്ഞാൽ നടക്കാത്ത മോഹമല്ല. അപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം ബാധിച്ചു എന്ന് AKG എഴുതിപ്പോയി. ഇന്നത് വ്യാമോഹം എന്ന് എല്ലാവരും പറയും. വ്യാമോഹമല്ല, പാർലമെൻ്ററി മോഹം അന്നു മുതൽ ഈ പാർട്ടിക്കുണ്ട്. അന്നു മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഡിസിൻറ്റഗ്രേഷൻ. ഇപ്പോൾ ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഐ എം സർപ്രൈസ്. ഈവൻ BJP ആൾക്കാർ പറയും, AKGയുടെയും EMSൻ്റെയും കാലത്ത് നിന്ന് നിങ്ങൾ ഇത്രയും അധപ്പതിച്ച് പോയില്ല. എടാ, ഇതിലും അധപ്പതിച്ചവരായിരുന്നു അവർ, അവരുടെ കമ്മ്യൂണിസം. നിങ്ങളത് കാണാത്തതുകൊണ്ടാണ്. ആദ്യ മന്ത്രിസഭ തൊട്ട് തന്നെ. പിന്നെ ആദ്യ മന്ത്രിസഭ താഴെ വീഴാൻ കാരണം എന്താ? അകത്തു നിന്ന് തന്നെ ഈ അത്രയധികം. ഇപ്പോൾ പിണറായി വിജയനക്ക് വലിയ നല്ല മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. അന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ സെൽഭരണം എന്ന് പറയുന്നത്, ഗ്രാമപ്രദേശത്ത് ജീവിക്കാൻ മേലായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പാടില്ല, വില്ലേജ് ഓഫീസിൽ പോകാൻ പാടില്ല, എവറിത്തിങ് പാർട്ടി ഓഫീസിൽ അപേക്ഷ കൊടുക്കണം. ഇങ്ങനൊരവസ്ഥ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇല്ലായിരുന്നല്ലോ. ഇത് EMS ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെൽഭരണത്തിനെതിരെ വിമോചന സമരം ഉണ്ടായി. വിമോചന സമരത്തെ ഞാനിപ്പോഴും ന്യായീകരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൂരതകൾക്കെതിരെയുള്ള സമരമായിരുന്നു. ഓഫ് കോഴ്സ് അതിനകത്ത് മറ്റ് അജണ്ടകളുള്ളവരുണ്ടായിരുന്നു. ക്രിസ്ത്യൻ ചർച്ചിന് അവരുടെ സ്കൂളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പലർക്കും പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നക്കാരെല്ലാം ഒത്തുചേർന്നാണ് വിമോചന സമരം. അപ്പോൾ ഒരാൾ അയാൾക്കൊരു ഒളി അജണ്ട ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റേയാളിന് ആ സിൻസിയർ അജണ്ട ഇല്ലാതാവുന്നില്ല. സോ സിറ്റുവേഷൻ വാസ് വേഴ്സ് ഇൻ 1957 ദാൻ വാട്ട് വി സീ നൗ. ഇപ്പോൾ ഇതെന്താ, ഒരു കോൺഗ്രസ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിണറായി വിജയനും ചെയ്തിട്ടുള്ളൂ. അഴിമതി,
കോൺഗ്രസ് കരുതാൻ മോശം, ജനങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത്. ഇത് കുറേ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് വിത്ത് ഓൾ സെഡ് ആൻഡ് ഡൺ കോൺഗ്രസ്സുകാരാണ് നാട്ടിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. ഇപ്പോൾ അവർ ജനാധിപത്യം എന്ന് പറയും നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. വി ഡി സതീശൻ ഞാൻ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അന്ന് നിലകൊള്ളാൻ എന്താ? സോ എൻ്റെ ഏകാധിപത്യം നല്ല ഏകാധിപത്യം, പിണറായി വിജയൻ്റെ ഏകാധിപത്യം മോശം ഏകാധിപത്യം, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇത് ഞാൻ പറയാണ്, പ്രദീപ് എഴുതി വെച്ചോളൂ, 6 മാസത്തിനകം കേരളത്തിലെ ജനങ്ങൾ താലയിൽ കൈവച്ച് പറയും എൻ്റെ ദൈവമേ ഇവരെയാണല്ലോ അധികാരത്തിൽ കയറ്റിയത്. അതുകൊണ്ട് പിണറായി വീണ്ടും വരണമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളാകെ ചെയ്തിരിക്കുന്നത് ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ വലതുകാലിലെ മന്ത് അയ്യോ ഇതെങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നാവും. ഇതൊക്കെ പറയുമ്പോഴും പയ്യന്നൂർ, തളിപ്പറമ്പ്, അതിൻ്റെ സൈഡിൽ കൂടി തൃക്കരിപ്പൂർ, ഒപ്പം അമ്പലപ്പുഴ ഒരു സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് മണ്ഡലം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പാർട്ടി ഗ്രാമങ്ങളടങ്ങിയ ഈ മണ്ഡലങ്ങൾ CPM-ന് നൽകിയ സന്ദേശം എന്താണ്? നേതാക്കൾക്ക് നൽകിയ സന്ദേശം എന്താണ്? ദർ ഈസ് ഇന്റേണൽ റിസെൻമെൻറ്റ്. ഇപ്പോൾ ടേക്ക് PV കുഞ്ഞികൃഷ്ണൻ അല്ലേ? കുഞ്ഞികൃഷ്ണൻ്റെ ഗ്രീവൻസ് എന്താ? രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു. ഏതാ രക്തസാക്ഷി? സത്യത്തിൽ എനിക്കറിയില്ല ഏത് രക്തസാക്ഷിയാണ്. അതൊരു വിഷയമാകുന്നില്ല. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന് പറയുന്നത് CPM-ലെ ഒരു ജില്ലയ്ക്കുള്ളിലെ ഒരു പ്രശ്നമാണ്. എൻ്റെ പ്രശ്നമല്ല സാർ. പൊതുജനങ്ങൾക്ക് എന്താ കാര്യം? രക്തസാക്ഷിയുടെ ഫണ്ട് പാർട്ടിയിൽ ഒരു ചേട്ടൻ വെട്ടിച്ചു, വേറൊരു ചേട്ടൻ വഴക്കുണ്ടാക്കുന്നു. ഇതാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഗ്രീവൻസ്. ഇറ്റ് ഇസ് നോട്ട് ജനങ്ങളെ ബാധിക്കുന്നൊരു കാര്യമാണോ അത്? ഒരു പാർട്ടിക്കകത്ത് ഫണ്ട് ഒരുത്തം വെട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ? എനിക്കറിയില്ല. ആ കുഞ്ഞികൃഷ്ണൻ്റെ ഗ്രീവൻസ് എന്തോ കേരളത്തിൻ്റെ ഗ്രീവൻസ് ആണെന്നുള്ള മട്ടിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു മീഡിയയും കുഞ്ഞികൃഷ്ണനും എല്ലാം കൂടെ. എന്നിട്ട് കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം ഇല്ലാതെ പോയി, സ്വജനപക്ഷപാതവും അഴിമതിയും കയറി. അതിനെ ശുദ്ധീകരിക്കണം. നിങ്ങൾ ശുദ്ധീകരിക്കുക. നാട്ടുകാർക്ക് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ അഴിമതി ഉണ്ടോ, സ്വജനപക്ഷപാതം ഉണ്ടോ? ആർക്കെന്ത് വേണം? ടേക്ക് ജി സുധാകരൻ്റെ ഗ്രീവൻസ് എന്താ? പേഴ്സണൽ ഗ്രീവൻസാണ്. ഒരു പാർട്ടി കമ്മിറ്റി വെച്ചു, ജി സുധാകരനെ താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കി, എന്നെ ഒരു മീറ്റിങ്ങിനും വിളിക്കുന്നില്ല, എന്നെ കൂട്ടിത്തൊടിക്കുന്നില്ല, ഈ സാധാരണ കല്യാണപ്പന്തൽ കാർന്നൊരു എനിക്ക് ദക്ഷിണയും തന്നില്ല, എന്നെ ആരും വകവയ്ക്കുന്നില്ല, ആരും ഇല്ലടാ എന്നെ ഒന്ന് ബഹുമാനിക്കാൻ. ഇതല്ലേ ഗ്രീവൻസ്? നാട്ടുകാരുടെ ഗ്രീവൻസാണോ അത്? അങ്ങേരുടെ പേഴ്സണൽ ഗ്രീവൻസാണ്. ഈ ഹാവ് സം പ്രോബ്ലം വിത്ത് പാർട്ടി. വാട്ട് ഈസ് ദാറ്റ് ഐ ക്യാൻ ഡു? കോൺഗ്രസ് പക്ഷേ ഇതെന്തോ നാട്ടുകാരുടെ ഗ്രീവൻസ് ആണെന്നുള്ള മട്ടിൽ ഇവർ റിബൽ ചെയ്ത് TK ഗോവിന്ദൻ, മറ്റേ കുഞ്ഞികൃഷ്ണൻ, സുധാകരനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്തു, ജസ്റ്റ് ടു ഡിഫീറ്റ് പിണറായി വിജയൻ. ഇത് കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സുധാകരനോ ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ അവരുടെ ഡ്യൂ ഷെയർ ഈ വരുന്ന മന്ത്രിസഭയിലോ സംഗതിയിലോ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല അവരും ഉണ്ടല്ലോ, ഇപ്പോൾ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔട്ട്റീച്ച് ഉണ്ടായി നോക്കിയ ഇവർ 3 പേരും സ്വതന്ത്രന്മാരാണ്, കോൺഗ്രസ് സപ്പോർട്ടേ ഉള്ളൂ. കാര്യമായിട്ട് ആളുകൾ പോയി കാണുന്നു, ചേട്ടാ ഇത് ശരിയല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ചേട്ടൻ തിരിച്ച് പാർട്ടിയിൽ വാ എന്ന് പറഞ്ഞാൽ പോകും. ഇപ്പോഴും സുധാകരൻ അത് പറയുന്നുണ്ട്. കാരണം ഇവർ ഉള്ളിൽ അവർ പാർട്ടിക്കാരാണ്. TK ഗോവിന്ദൻ പോയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നു, തൊഴുന്നു, അവിടെ ഭജനയിരിക്കുന്നു, കരയുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ഇവരെ സ്വീകരിക്കുന്നു, ചായ പരിപ്പുകളൊക്കെ കൊടുക്കുന്നു, ഗതകാല സ്മരണകൾ പങ്കിടുന്നു. വാട്ട് ഡസ് ഇറ്റ് ഷോ ആഫ്റ്റർ ദ എലക്ഷൻസ്? സോ ഇയാളെ കോൺഗ്രസ് പിന്താങ്ങിയത് കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും ജയിക്കണം. ബിക്കോസ് 10 വർഷമായി പുറത്ത് നിൽക്കുന്നു. ഏത് കുഞ്ഞികൃഷ്ണനോ സുധാകരനോ നാരായണോ മാധവനോ ആരായാലും വേണ്ടില്ല, ആരുടെ അവിടെ കലാപം ഉണ്ടാക്കുന്ന അവനെ സപ്പോർട്ട് ചെയ്യും, ഒരു സീറ്റ് കുറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് പാർട്ടിക്കുള്ളിൽ കലാപം ഉണ്ടാക്കുന്നത് അവർ കണ്ടു. കലാപം ഉണ്ടാക്കിയവരെ മുഴുവൻ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് ചില ജയിച്ചില്ല. PK ശശിയെ സപ്പോർട്ട് ചെയ്തു കൂട്ടത്തിൽ. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ. PK ശശിയെ സപ്പോർട്ട് ചെയ്യും.
BJP ചേർന്നുകൊണ്ട് CC മൂന്നിനെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അയാളെ അവർ സപ്പോർട്ട് ചെയ്തതിന് CPI-യിൽ നിന്ന് വന്നു. NSSന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ്, പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. SNDPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല, അതികായനാണ്, വിജയശില്പിയാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDFന്റെ മുഖ്യമന്ത്രി ആരെന്ന് ആര് തീരുമാനിക്കും എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. അതേ വലിയൊരു ഇൻജസ്റ്റിസാണ്. അവരെപ്പോഴും ഇതിനകത്ത് ജാതി മത സമവാക്യങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ ഇത്തവണ ഈ പറഞ്ഞ 3 പേരും നായന്മാരാണ്. അത് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല വെള്ളാപ്പള്ളി നടേശൻ്റെ ആയിരുന്നു. സർപ്രൈസിംഗ്ലി വെള്ളാപ്പള്ളി KC വേണുഗോപാൽ അതികായനാണെന്നൊക്കെ പറയുന്നു. സ്ലൈറ്റ്ലി ഒന്ന് KCയുടെ ഭാഗത്തേക്ക് ചായുന്നു. പിന്നെ ഇത് പറയുന്ന ആൾ, അദ്ദേഹം പറയണോ വേണ്ടതെന്ന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, പറയുന്ന ആൾ ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമിയായിരുന്നു. സ്വാമിജിയൊന്നും പറഞ്ഞില്ല. ഹി വെന്റ് സൈലന്റ്. 1964 ആർ ശങ്കറിന് ശേഷം കോൺഗ്രസ്സിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എത്ര വർഷം? 66 വർഷം. കരുണാകരന് ശേഷം ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അതായത് കരുണാകരൻ വാസ് ദ ലാസ്റ്റ് നായർ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഹിന്ദു മുഖ്യമന്ത്രി. അതിനുശേഷം ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. വൈ നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ദിസ്? എന്നിട്ടിപ്പോൾ നായർ വരുന്നു. അപ്പോഴും ഈഴവന് ചാൻസ് ഇല്ല, ഈഴവൻ കൺസിഡറേഷൻ ഇല്ല. 3 പേരെ കൺസിഡർ ചെയ്യുന്നു, 3 പേരും നായരാണ്. ഇസ് ഇറ്റ് ഫെയർ? അപ്പോൾ നിങ്ങൾ ജാതി പറയരുത്, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ജാതി ഒരു ഫാക്ടറാക്കുക, അല്ലാത്തപ്പോൾ നിങ്ങൾ ജാതി ഫാക്ടർ അല്ല എന്ന് പറയാം. ഇനി നായരുടെ കൂട്ടത്തിൽ തന്നെയാണെങ്കിൽ ഒരു ബ്ലെമിഷും ഇല്ലാത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് കൂട്ടുന്നില്ല? നിങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല. നിങ്ങൾ കേരളത്തിലെ ടോപ്പ് ക്ലാസ് പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു അഴിമതി ആരോപണം ഇന്നുവരെ വന്നിട്ടില്ല. മറ്റേതെങ്കിലും വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യം അത് ഇത് ഒന്നും വന്നിട്ടില്ല. നിരന്തരം കോട്ടയത്ത് നിന്ന് ജയിച്ചു വരുന്നു. പ്ലസൻ്റാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുന്നുണ്ട്, ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങി കൊടുക്കുന്നുണ്ട്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഡീൽ ഐ ഡോണ്ട് നോ വാട്ട് വാസ് ബിഹൈൻഡ് ദാറ്റ്. സോളാർ സമരം തിരുവഞ്ചൂരിനെ മാറ്റി കോംപ്രമൈസ് ചെയ്ത് അവിടെ വെച്ച് പ്രതിപ്പട്ടിക അവസാനിപ്പിച്ചു TP വധക്കേസിൻ്റെ. ഐ ഹാവ് നോ പ്രത്യേക എനിക്ക് സ്നേഹമൊന്നും TP ചന്ദ്രശേഖരനോടില്ല. പരമദുഷ്ടന്മാരായ കേരളത്തിലെ മാർക്സിസ്റ്റുമാരുടെ കൂട്ടത്തിൽ ഒരു ദുഷ്ടനായിരുന്നു TP ചന്ദ്രശേഖരൻ. ഞാനൊരു RSSകാരനെന്നുള്ള എനിക്ക് പറയുകയാണ്, എനിക്ക് TP ചന്ദ്രശേഖരൻ ഒരു ദൈവമല്ല. അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നെങ്കിൽ കഷ്ടമായിപ്പോയി, ഒരു സാധാരണ മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് കഷ്ടമായിപ്പോയി എന്നല്ലാതെ അതിൽ കവിഞ്ഞുള്ള ഒരു സ്നേഹവും കടപ്പാടും ഒന്നും എനിക്ക് TP ചന്ദ്രശേഖരനോടില്ല. മനസ്സിലായോ? TP ചന്ദ്രശേഖരൻ 51 വെട്ട്, 55 വെട്ടായിരുന്നു ജയകൃഷ്ണൻ മാഷിന്. 55 അതും എവിടെ? അത് പക്ഷേ ആ വെട്ടിന് വിലയില്ല. കാരണം വെട്ടുകൊണ്ടത് RSSകാരനാണ്, യുവമോർച്ചക്കാരനാണ്. ആ വെട്ടിന് വിലയില്ല. ഈ വെട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു, ഇതിൻ്റെ പേരിൽ സിനിമയുണ്ട്. ഓക്കെ ഡൺ, നിങ്ങൾക്ക് നരേറ്റീവ് ഈസ് ഇൻ യുവർ കൺട്രോൾ. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര വലിയ കൊട്ടിഘോഷിക്കുന്ന ആളിൻ്റെ മരണത്തിലെ അന്വേഷണം ഒരിടത്ത് വെച്ച് അവസാനിപ്പിച്ച്, ഒരു ആഭ്യന്തരമന്ത്രിയെ തന്നെ മാറ്റി അവസാനിപ്പിച്ച ആൾക്കാരാണ് ഇപ്പം ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്. അത് സിൻസിയറായിട്ട് അന്വേഷിച്ച ആളായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സീനിയോറിറ്റിയിൽ ഉണ്ട്, വയസ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നായരെ തന്നെ വേണം, നായരാണ്. ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് കൺസിഡറിങ്. അപ്പം ഇതിൻ്റെ ഈ കളക്കളിയാണ് ഞാൻ പറയുന്നത്. ജാതി സമവാക്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്, പിന്നോക്കം എന്ന് പറഞ്ഞാൽ ഈഴവർ മാത്രമല്ല, വേറെ ഒരുപാട് ജാതികളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ എടുക്കണം. ഒരു പുലയനെ, മാതൃകാപരമായിട്ടൊരു പുലയനെ, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെത്ര പുലയനെ നിർത്തി ജയിപ്പിച്ചു. പുലയരെ എപ്പോഴും സംവരണ സീറ്റിൽ നിർത്തുള്ളൂ. സീറ്റിൽ നിർത്തണമെങ്കിൽ BJP നിർത്തണം. അപ്പോൾ ഈ ജാതി കാര്യങ്ങൾ നിലനിൽക്കുന്നു, അത് ഫാക്റ്റാണ്. രാഷ്ട്രീയത്തിൽ മതം പാടില്ല, ജാതി പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഏറ്റവും അധികം ജാതിയും മതം കിടന്ന് കളിക്കുന്നത് ഈ ഏരിയയിലാണ് തരും. അല്ലാതെ ബിസിനസ്സിലോ ക്വാറിയിലോ വനം മാഫിയയിലോ ഒന്നും ജാതി മതമില്ല. എക്കണോമിക്സിൽ ആ സാധനമില്ല. എക്കണോമിക്സ് സെക്യുലർ.
രാഷ്ട്രീയക്കാരാണ് ജാതി ഉണ്ടാക്കുന്നതും ജാതിക്കെതിരെ പ്രസംഗിക്കുന്നതല്ല. ബിക്കോസ് ഈ ജാതിയെ പറ്റിയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഈ വിവരം പറഞ്ഞതാണ്. ചില ജാതികളോട് അന്യായം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. പൊളിച്ചത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിഷയമായി. നമസ്തേ.